ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. എന്നോട് കുറേ പേര് പറയാറുണ്ട് കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമെന്ന്. പുതിയ സബ്സ്ക്രൈബർ പിള്ളേരാട്ടോ പറയണേ. മുന്നേ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു കൊളാബായിട്ട് കുറച്ച് ഡ്രസ്സസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും കാട്ടിത്തരാം കേട്ടോ. ഞാൻ ഇത്രയ്ക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അയച്ചു തന്നിട്ട് മീൻസ് ഞാൻ വേറെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സ് അപ്പം എങ്ങനത്തെയാണ് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സംഭവം എനിക്ക് കയ്യിൽ കിട്ടി. ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള നമുക്ക് ഡെയിലി വെയറും വേണമെങ്കിൽ പുറത്തേക്കൊക്കെ പോണ ടൈപ്പ് എനിക്ക് മെറ്റേണിറ്റി ഡ്രസ്സും മെറ്റേണിറ്റി അല്ലാത്ത ഡ്രസ്സുകളും അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനൊന്ന് എന്താ പറയുക, അതും നിങ്ങൾക്ക് കാട്ടിത്തരാം. അത്രയ്ക്കൊക്കെ ഇഷ്ടമായത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ സിൻസിയറായിട്ട് പറയണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ. നല്ല നമുക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസ് കേട്ടോ. അപ്പോൾ അതും കാട്ടിത്തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പും കൂടി ചെയ്യാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ യൂഷ്വലി ചെയ്യണ പോലെ തന്നെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ ഒരു സെറ്റിംഗ് പൗഡർ ഇട്ടു കേട്ടോ. നമ്മുടെ മാസിൻ്റെ ആണ്. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന കേട്ടോ. ആ ടിൻറ്റഡ് ആയിട്ടുള്ള അതല്ല, ഇതൊക്കെ കേട്ടോ നല്ല സൂപ്പറാണ്. ഞാൻ കൺസീലർ ഇടാം കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾ. അപ്പോൾ ഈ മേക്കപ്പ് ഇടുന്ന ഇടയിൽ ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയിട്ടോ. കണ്ണിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കേട്ടോ. എൻ്റെ മറ്റേ ഫേവറേറ്റ് ആയിട്ടുള്ള കൺസീലർ കഴിഞ്ഞു. പിന്നെ അത് മേടിക്കണം. അത് സൂപ്പറാട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിലുള്ള ഇതും നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം അതാട്ടോ. അപ്പോൾ ഇത് ചെയ്തു. ഐ ഷാഡോ ഒക്കെ നമ്മൾ ലൈറ്റ് കളറായിട്ടിടണേ. ഒരു പിങ്ക് കളർ ഇടാം. പിങ്കി ആവാല്ലേ. ഭയങ്കരമായിട്ട് പിങ്കല്ല, ലൈറ്റ് കളർ. ജസ്റ്റ് ഒന്നിങ്ങനെ വേറൊരു ലൈറ്റ് കളർ ഷെയ്ഡും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഓവറാവില്ല. രണ്ടും കൂടിയിട്ട് സിമ്പിളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത്തിരി ബ്രൗൺ കളറും കൂടിയും. ചൂടാട്ടോ, മഴക്കാലമായാലും മഴ പെയ്യാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐ ഷാഡോ എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഞാനും ഇടണത്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ പുരുകൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഐബ്രോ പെൻസിൽ വെച്ചിട്ട്. ദേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ പെൻസിലായിട്ട് കുറേ നാളായി യൂസ് ചെയ്യണേ. ഫേവറേറ്റാണ്. ഐബ്രോസ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ണ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോർമൽ ചെയ്തണ പോലെ തന്നെ കണ്ണ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറേ കുട്ടികൾ ഹായ് പറയുമെന്ന് പറഞ്ഞിട്ട്, ഹായ് അല്ല പേര് ഞാൻ ഓൾറെഡി കുറേ പേര് മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സെയിം തന്നെ പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പിള്ളേർ നമ്മൾ ചെയ്യേണ്ട സെയിം തന്നെയാണ് കേട്ടോ ഇപ്പോൾ മിക്ക സമയത്തും ചെയ്യാറ്. അപ്പം നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കിയോളൂ. മുന്നത്തെ വീഡിയോസ് ചേച്ചി പേരടക്കം വീഡിയോസിൽ ക്യാപ്ഷനിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് കാണുകയാണെങ്കിൽ അത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുക. ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അകത്തുനിന്ന് ചെയ്യാണ് നമ്മുടെ പൊണ്ണുബാബി ഒക്കെ അലങ്കോലാക്കും. കുരുന്നരി പൊണ്ണുബാബിയാണ്. കുരുന്നരി പൊണ്ണുബാബി എല്ലാം അടിച്ചു മാറ്റും.
ഇപ്പം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണ്ടേ. ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്യണ്ട കേട്ടോ. അല്ല എനിക്കിഷ്ടമായി. എനിക്ക് ലിപ് ലൈനറും ലിപ്സ്റ്റിക്കായിട്ട് ഇടാം കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. വേണമെങ്കിൽ തരി വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ലിപ്സ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇനി മസ്കാര നമ്മൾ ഇട്ട് വന്നാലും ഞാൻ മെബിലിൻ്റെയും കൂടി കൊളോസിയലും ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടിയിലും കൂടി എഴുതി കൊടുക്കുക. അത്ര ഉള്ളൂട്ടോ മേക്കപ്പ്. അടിയിലും കൂടി ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കാം. വീഡിയോ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ കണ്ണ് ചെയ്തപ്പോൾ ഒരു കണ്ണ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരു കണ്ണു സെറ്റായില്ലേ? എനിക്ക് മാത്രമാണ് തോന്നുന്നത്. വെറുതെ അല്ല, ഈ ഭാഗത്ത് ഇപ്പം സെറ്റായിട്ടോ. അപ്പോൾ കണ്ണ് ഇതൊക്കെ സെറ്റായി. ഇനി നമുക്ക് പൊട്ട് കുത്തി കൊടുക്കാം. ഇനി ഞാൻ ഡ്രസ്സ് ഞാൻ കാട്ടിത്തരാട്ടോ. ഇപ്പോൾ പറഞ്ഞ് ഞാൻ ഇട്ടിട്ട് ഞാൻ വരാം. ഞാൻ ഡ്രസ്സൊക്കെ വന്നത് കാട്ടിത്തരാം കേട്ടോ. ബ്ലഷൊന്നും ഇടണില്ല. അപ്പോൾ ഞാൻ ഓവറായിട്ട് ബ്ലഷൊന്നും ഇട്ട് വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ട്, എന്തായാലും മേക്കപ്പ് കളയേണ്ടതല്ലേ, ഒരു ലൈറ്റായിട്ട് നമുക്കൊരു ബ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി ടിൻഡർ ക്രീം എടുത്തു കയ്യിൽ. അതിൻ്റെ മേലെ കുറച്ച് ലിപ്സ്റ്റിക്ക് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ഈ സൈഡിലും ഇത്തിരി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ബ്ലഷൊക്കെ സെറ്റായി. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാവേ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ല ശരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കും അല്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റുന്ന നൈറ്റ് ഡ്രസ്സൊക്കെ പോലത്തെ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കാഷ്വലായിട്ട് ഇവിടേക്കൊക്കെ വേണമെങ്കിൽ പോകുമ്പോൾ ഒക്കെ ഇടാം. ഇതിപ്പോൾ ഒരു ഡ്രസ്സ്. പിന്നെ ഇതും അടിപൊളിയാണ് കേട്ടോ. ഓരോന്നിനും മെച്ചം എന്ന് പറഞ്ഞ പോലെ സൂപ്പറാട്ടോ. കസ്റ്റമൈസ് ചെയ്ത് അവർ തരും. പിന്നെ സ്ലീവ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്ലീവ്സ് അവർ വെച്ച് തരും. പിന്നെ ഡബിൾ സ്റ്റിച്ചാണ്. മെറ്റീരിയൽ ക്വാളിറ്റി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. പിന്നെ വേറെ ഓരോന്നും അടിപൊളിയാട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ സിബ് ഉള്ളതും ഉണ്ട് കേട്ടോ. നമുക്ക് ഫീഡിങ് ഡ്രസ്സ് ഉള്ളതുകൊണ്ട് കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ എങ്ങനത്തെയാണ്, ഏത് മോഡലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ അവരുടെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം. ഇന്ന മെറ്റീരിയൽ ഇഷ്ടമുള്ള മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റൈൽസ് 1189 ആണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്.
പിന്നെ അതുമാത്രമല്ല ഞാൻ അവരെ കോൺടാക്ട് നമ്പറും ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പം എന്നത്തേക്കാണ് നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടതെന്നുണ്ടെങ്കിലും ഒക്കെ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർ വേഗം തന്നെ ചെയ്തു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഫുൾ വീഡിയോ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇതിൻ്റെ റീലും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. സൂപ്പർ ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ആ ഒരു പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ഇവിടെ സൈഡിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഡ്രസ്സ്. അടിപൊളി ഡ്രസ്സാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല സൂപ്പർ കംഫർട്ടബിളും നല്ല അടിപൊളി കളേഴ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാനിവിടെ അടുത്ത എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് അധികം ഇഷ്ടമായിട്ടോ. ഞാനത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറയണത്. കഴുകിയിട്ടും നല്ല തുണി കേട്ടോ, ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ നെയ്ബറിനെ അറിയാവുന്ന കുട്ടികളോട്ടോ. അപ്പം ഇവർ പറഞ്ഞു എന്തോ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ പേര് വന്നിട്ട് അവസാനം ആ റെഡ് കളറിലുള്ള ഡ്രസ്സ് ഇട്ടുള്ള കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കൊറിയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ കൊറിയർ ചേട്ടനാണെങ്കിൽ നമ്മുടെ പോസ്റ്റ്മാൻ കേട്ടോ. ആളാണെങ്കിൽ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അപ്പോൾ എന്നെ അഞ്ജലി കുട്ടി എന്നൊക്കെ വിളിച്ചിട്ടാട്ടോ വിളിക്കാൻ എന്നെ എപ്പോഴും. അപ്പോൾ ഇതേ നമ്മൾ കൊറിയറൊക്കെ ഹാപ്പി മേഡ് കേട്ടോ. നമുക്ക് 2 അടിപൊളി കഫ്താനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. അപ്പോൾ ഇതാട്ടോ അവരുടെ പേജൊക്കെ ഞാൻ മെൻഷൻ ചെയ്തുതരാം, വേറെ വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് 2 കഫ്താനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.